ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് നമ്മുടെ ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്, ദൈവമേ ആർക്കും ഇങ്ങനൊരു ദിവസം വരരുത്. ഇന്നത്തെ ദിവസമല്ല, ഈ വീഡിയോ എടുത്ത ദിവസം. അപ്പോൾ ഞാൻ ഈ വീഡിയോ പെൻഡിങ്ങിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇന്നത് ഇടുക. അന്ന് ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചേ എൻ്റെ ദൈവമേ. ഇല്ലേ, മുന്നറിയിപ്പില്ലാത്ത ഒരു അവസ്ഥ ആയിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു ഷോർട്ടേജ് ആയിരുന്നു. അതായത് ഗ്യാസ് ഇല്ലാതെ. ഞങ്ങൾക്ക് നേരത്തെ സിലിണ്ടർ ആയിരുന്നു. അപ്പം നമുക്ക് ഈ സൊസൈറ്റിയിൽ പൈപ്പ് ലൈൻ വന്നുകൊണ്ടേ ഈ സിലിണ്ടർ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ സിലിണ്ടർ തിരിച്ചു കൊടുത്ത് ഇപ്പം പൈപ്പ് ലൈനാണ്. അപ്പം ഞങ്ങളുടെ ഈ സൊസൈറ്റി മാത്രമല്ല, ഈ ഏരിയ മൊത്തം, അക്കുള്ളി റോഡ് എന്ന് പറയുന്ന ഏരിയ മൊത്തം ആർക്കും ഗ്യാസ് ഇല്ലായിരുന്നു. രാവിലെ തൊട്ട് എല്ലാവരും വെളിയിൽ നിന്ന് വാങ്ങിക്കുകയും, ഞാൻ ചോദിച്ചു പോളിൻ്റെ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു ഇഡലിയൊക്കെ വാങ്ങിക്കുമായിരുന്നു. ഞാനെന്ന് പറയുന്നത് ദൈവം സഹായിച്ച് രാവിലെ തലേന്ന് ചപ്പാത്തി, ചിലപ്പോൾ വൈകിട്ടത്തെ ചപ്പാത്തി പിറ്റേന്നത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ചൊക്കെ കാണും. അപ്പം ഈ ചില ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവർക്ക് ഈ ചപ്പാത്തി കൊടുക്കും. അപ്പം തലേന്ന് ഞാൻ എന്തോ എനിക്ക് മനസ്സ് തോന്നി കുറച്ച് കറി കൂടുതലുണ്ടാക്കി, മുട്ടക്കറി. അതിൻ്റെ ഗ്രേവി ഉള്ളായിരുന്നു. അങ്ങനെ ഇവർക്കൊക്കെ ചപ്പാത്തിയും മുട്ടയുടെ ഗ്രേവിയും കൂട്ടി കൊടുക്കാൻ പറ്റി, ഉള്ളിക്കറി. എനിക്കെന്ന് പറയാൻ എങ്ങനെയൊക്കെ ദോശമാവ് ഉണ്ടായിരുന്നു, അതുണ്ടാക്കാമല്ലേ. എന്തു വന്നേലും അന്ന് അനുഭവിച്ച, അന്ന് ജോലിയൊന്നും ഇല്ലായിരുന്നേലും മനുഷ്യർക്കൊരു റെസ്റ്റ് ആവട്ടെ, ഒരു സമാധാനമാവട്ടെ ഒന്നുമില്ലായിരുന്നു. ആ സംഭവമൊക്കെ നമ്മൾ പറയും. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു ആൻറ്റിയുടെ നിന്ന് വാങ്ങിക്കുക സ്ഥിരം. അപ്പം നമ്മളൊരു സ്ഥിരം കസ്റ്റമറാന്നേ. അവരുടെ അടുത്ത് അവർ രാവിലെ പറയുന്നുണ്ട് ഇത്ര ചപ്പാത്തി ഒന്നി റയിച്ചാൽ ഇങ്ങനെ നടന്നിട്ട് വരുന്ന സമയത്താണെങ്കിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ അവർ ഗേറ്റിൻ്റെ അവിടെ കൊണ്ട് കൊടുക്കും. ആരെങ്കിലും പോയി വാങ്ങിക്കണം. അന്ന് ഇവരും ഞങ്ങളെ പസായിച്ചെന്ന് പറഞ്ഞാൽ 12:30 ഇവിടുത്തെ ചോദിച്ചിട്ട് ഇവർ പറഞ്ഞ് കുറച്ചുകൂടെ ലേറ്റാവും. അപ്പം റയിച്ചാൻ എന്നിട്ട് അങ്ങ് ഓഫീസിലും പോയി. ഇവിടെ ഡാഡിക്ക് ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് വേണ്ടിയത്. ഞാനല്ലാതെ പോളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ ചെയ്യും, ഉച്ചയ്ക്ക് ചപ്പാത്തിയുടെ കാര്യത്തിൽ അപ്പം നമ്മൾ കറി വെളിയിൽ നിന്ന് വാങ്ങിച്ചു. കാരണം പ്രതീക്ഷിക്കാത്ത ഒരു ഇതല്ലേ. അപ്പം ഇൻഡക്ഷൻ കുക്കർ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ചൊക്കെ ചെയ്തു. അതിൽ എല്ലാ പാത്രങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഈ ഫ്ലാറ്റായിട്ടുള്ള പാത്രങ്ങളെ എനിക്ക് വെക്കാൻ ഒക്കത്തുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ ഇവരെന്തോ ഇതൊന്നോ 1 മണിയായി, 1 മണിക്ക് വിളിച്ചപ്പോൾ ഇവർ കുറേയും കൂടെ ലേറ്റാവും എന്ന് പറയാം. ഞാൻ റയിച്ചാൽ അവർ രാവിലെ എന്നാ പറഞ്ഞെങ്കിൽ നമ്മൾ സ്ഥിരം കസ്റ്റമറാണ്, അവർക്ക് ഒക്കത്തില്ലെന്ന് പറയാമായിരുന്നു. സംഗതി എന്തായിരിക്കുമെന്നോ, നമ്മൾ സ്ഥിരം കസ്റ്റമറാണെന്നല്ല, നമ്മൾ അന്നേരം ഇങ്ങ് ഓടിപ്പോകത്തില്ലല്ലേ. നമ്മുടെ ഉള്ള പൈസ അവർക്ക് കിട്ടുമല്ലേ. വേറെ ആരെങ്കിലും ഒക്കെ, കാരണം ഈ ഇവിടങ്ങളിലുള്ള ഈ ഫുഡ് സെർവ് ചെയ്യുന്നവർക്കൊക്കെ എല്ലാം അന്ന് കോളായിരുന്നു. കാരണം ഈ ഏറിയ മൊത്തത്തിലും അബദ്ധം പറ്റിയതല്ലേ. ചുരുക്കം ചിലയിടത്ത് കാണത്തുള്ളൂ സിലിണ്ടർ, ഈ റെൻറ്റിന് താമസിക്കുന്നവർക്ക് കാണും. അപ്പോൾ അവർക്കൊക്കെ കൊടുത്ത് പോയി കാണും. നമുക്ക് അവസാനം 2 മണിക്കാണ് അവർ പറയും ഇനി ലേറ്റാവുമെന്ന്. അപ്പം റയിച്ചാനാണെങ്കിൽ ആരുടെ ഒന്നും തിരിച്ച് പറയത്തില്ല. അതാ കുഴപ്പം. ഞാൻ റയിച്ചാൻ അന്നേരമെങ്കിലും പറയാൻ വയ്യായിരുന്നു, നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ പിന്നെ വെളിയിൽ പോയിട്ട് നമുക്ക് കിട്ടിയതുമില്ല. പിന്നെ 4 ആലു പൊറോട്ട കിട്ടി. കാരണം ഉള്ള ഫുഡ് ഉള്ളവരുടെ എല്ലാം ഈ ബിരിയാണിക്കാരായിരുന്നേലും എല്ലാവരുടെയും ചപ്പാത്തിക്കാരല്ലേലും ഒത്തിരി പേരുണ്ട് ഇങ്ങനെ. അവരുടെ ഒന്നും കൈ സ്റ്റോക്കില്ലായിരുന്നു. അന്നെല്ലാം ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയി. അബദ്ധം നമുക്കൊന്ന് പറ്റി. എന്നിട്ട് ഞാൻ എന്താ പറയുക, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, എനിക്കൊരു ഓർമ്മയില്ലാതായിപ്പോയി. ദോശമാവ് ഇരിപ്പുണ്ട്, ഞാൻ നിങ്ങൾ ദോശ ഉണ്ടാക്കി തരട്ടെ, പിന്നല്ലേ ചിന്തിക്കുന്ന ഗ്യാസ് ഇല്ലല്ലോ എന്നുള്ള. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു അന്ന്. ഞാൻ ഉള്ളതൊക്കെ കാണിക്കുക, അഡ്ജസ്റ്റ് ചെയ്തതൊക്കെ എടുത്ത വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്താം. അതുപോലെ പ്രൈസമ്മോൻ ഇന്ന് പാട്ട് പാടി കേട്ടോ, അത് ഞാൻ ഇതിലിടുന്നുണ്ട്. ഞാൻ അവൻ്റെ അടുത്ത് ഒരു ലൈൻ പാടിയ മീൻസ് ഒരു ചരണം പാടിയാൽ മതി എന്ന് പറഞ്ഞാൽ, മമ്മി ലാസ്റ്റ് ഒരെണ്ണം കൂടെ ഉള്ളത് അതുകൂടെ അങ്ങ് പാടാന്ന് പറഞ്ഞ് ആ ചരങ്ങ് പാടി. അങ്ങനെ ഇൻഡക്ഷൻ കുക്കർ ഇങ്ങനെ ഞങ്ങൾ എടുക്കാറില്ല. ഞാൻ പറയില്ല, പ്രൈസമ്മോൻ്റെ സമയത്ത് നമ്മൾ വാങ്ങിച്ചത് എന്ത് വന്നാലും ഞാൻ അതിൻ്റെ അകത്ത് ചായ വെക്കാനായിട്ട് വെച്ച്. ഇതിൻ്റെ അകത്താണെങ്കിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും കുറയ്ക്കാനൊക്കെ ഒരുത്തി നമ്മളെല്ലാം യൂസ് ചെയ്യാത്തത് കൊണ്ടൊരു ഹടുബടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ദോശ ഇവർക്കൊക്കെ ചപ്പാത്തി കൊടുത്തു. ദോശ ഉണ്ടാക്കാൻ ഞാൻ എൻ്റെ
നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ചിട്ട് അത് ഫ്ലാറ്റുമാണ് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് പറ്റുന്നില്ല, ഓണാവുന്നില്ല. ഓണല്ല, അത് കറക്റ്റല്ല, ഒരു കൂക്കു സൗണ്ട് വരും. പിന്നെ നോക്ക് മേയറിൻ്റെ ഒരു പാൻ എടുത്ത് റീച്ചാൻ പറഞ്ഞാണ്ട് ഇതിൽ നോക്ക്. അപ്പോൾ എനിക്ക് ഷേപ്പ് കുഴപ്പമില്ലേലും ഒന്നും കുഴപ്പമില്ല, എങ്ങനെയും 2 ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഞാൻ എനിക്ക് വേണ്ടി ഒരു വിധത്തിൽ ഉണ്ടാക്കി. ഞാൻ ആ ചപ്പാത്തിക്കാരിയുടെ കാര്യം പറഞ്ഞില്ലേ, നമുക്കുള്ളൊരു മനസാക്ഷി പോലെ ഇവിടെ ഉള്ള ഈ മനുഷ്യർക്കില്ലെന്നുള്ളതാണ്. അവർ ചിന്തിച്ച് കാണും, അവർക്ക് ബിസിനസ് കിട്ടിയ സമയമില്ലേ, മറ്റുള്ളവർക്ക് വെളിയിൽ നിന്ന് വരുന്നവർക്ക് കൊടുക്കാൻ, നമ്മുടേത് നമ്മളങ്ങനെ ഇരിക്കും എന്നുള്ള അർത്ഥത്തിൽ അന്ന് അവർ ഞങ്ങളെ പട്ടിണി ഇരുത്തിയെന്നുള്ളതാണ് സംഭവം എന്ന് പറയുന്നത്. എങ്ങനെ പൈപ്പ് ലൈൻ ഗ്യാസ് ലീക്കായി, അങ്ങനെ പെട്ടെന്നല്ല ഇവർ ഓഫാക്കി പണിയായിരുന്നു. രാവിലെ നമ്മൾ എണീറ്റ സമയത്തേ ഇല്ലത്, രാത്രിയിലെങ്ങാണ്ട് ഉണ്ടായ സംഭവമാണെന്നൊന്നും അറിയത്തില്ല. അത് 5 മണിക്ക് വരുമെന്ന് പറഞ്ഞു, പക്ഷേ 5 മണിക്കൊന്നും വന്നില്ല. അപ്പം ഞാൻ ഒരു വിധത്തിൽ ദോശയൊക്കെ ഉണ്ടാക്കി, ചായക്കകത്ത് തന്നെ ഇട്ട് ദോശയും കഴിച്ച്, പിന്നെ പാല് കാച്ചി പിള്ളേർക്കുള്ള ബോൺവിറ്റയും കൊടുത്ത്. അപ്പം ഇന്നലെ റീച്ചാൻ ചീര കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ചീര ഞാനെടുത്ത് വെള്ളത്തിൽ ഇട്ടായിരുന്നു. എല്ലാം ഒന്ന് അരിഞ്ഞ്, ഞാൻ ചിന്തിച്ചെന്നാൽ 5 മണിയാകുമ്പം ഗ്യാസ് വരുമല്ലേ, അപ്പം എല്ലാം ബാക്കി ചെയ്യാമെന്നും പറഞ്ഞ് ഞാനെല്ലാം ഒന്ന് അരിഞ്ഞൊക്കെ വെക്കാമെന്ന് വെച്ചു. ജോലികളങ്ങനെ കുക്കിംഗ് ഇല്ലായിരുന്നേലും പിന്നെ ഞാൻ തുണിയൊക്കെ ഇട്ടു. അവിടെ അപ്പനും മക്കളൂടെ ഭയങ്കര സംസാരവും കൊച്ചു വർത്താനവും ഒക്കെ. ഞാനതാ ഇവിടെ ഇന്ന് ചിരിക്കുന്നത്. പ്രൈസിന് പിന്നെ കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി, 10th എക്സാം നടക്കുന്നത് കൊണ്ടേ, അതുകൊണ്ട് അവനുണ്ടായിരുന്നു. രാവിലെ ഭയങ്കര ദാഹം. റീച്ചാൻ അടുക്കളയിൽ വന്ന് റീച്ചാൻ്റെ വയറും കാണിച്ചുകൊണ്ട് ബനിയൻ ഇട്ടുകൊണ്ട് വരുമായിരുന്നു. അതെന്നെയും കൊണ്ട് ഡിലേറ്റ് ചെയ്യിപ്പിച്ച്. പ്രൈസം പറഞ്ഞ് ഡിലേറ്റ് ചെയ്യണ്ട മമ്മീന്ന്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചപ്പാത്തി അവിടുന്ന് കൊണ്ടുവരുന്നല്ലേ, കിട്ടുമല്ലേ, ആ ഒരു ധാരണയിൽ പോളിന് ഇഷ്ടപ്പെട്ട റീച്ചാൻ ഓഫീസിൽ പോകാൻ നേരം പോളിനെയും കൊണ്ടുപോയിട്ട് ഒരിടത്തുനിന്നും ചിക്കൻ കൊൽത്താപ്പൂരി വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉച്ചയ്ക്ക് ചിക്കനും ഇതും കൂട്ടി കഴിക്കാമെന്നുള്ള ഇതിൽ 2 പാഴ്സൽ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാനതൊക്കെ ഒരു പാത്രത്തിൽ, അത് രാവിലെ ഇങ്ങ് കൊണ്ടുവന്നു, ഞാനതൊരു പാത്രത്തിലൊക്കെ ആക്കി. അപ്പോഴല്ലേ ഇവർ ഈ ഉച്ചയ്ക്ക് ഇങ്ങനൊരു അബദ്ധം നമ്മളോട് കാണിച്ചത്. പിന്നെ അന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ആലു പൊറോട്ട ഉണ്ട്, 3 മണിയായപ്പോഴാണ് കഴിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, ജോലി ഇല്ലെങ്കിൽ നമുക്കൊന്ന് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ ഉച്ചയ്ക്ക് ആ ചപ്പാത്തി കിട്ടിയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ വൈകുന്നേരമാണ് സൊസൈറ്റിയിൽ എന്തോ പ്രോഗ്രാം, ഭയങ്കര ചെണ്ടയടിയുടെ സൗണ്ട് കേൾക്കുന്നു. ഞാൻ അങ്ങനെ അതൊന്ന് നോക്കിയതാണ് എന്തുവാന്ന്. ഇപ്പം സമയം 7:30 ഇതുവരെ ഗ്യാസ് വന്നിട്ടില്ല. 5 മണിക്ക് വരുമെന്ന് പറഞ്ഞ് 6 മണിക്ക് വരുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഉച്ചയ്ക്കും ആകെ ഫ്ലോപ്പായിപ്പോയി. ഞാൻ ഇതിൻ്റെ അകത്ത് കിടന്ന് വിടുവിട് ഒന്ന് ഫാൻ നിർത്തട്ടെ. വിടുവിട് പറയുക, ഓണല്ലായിരുന്നു. അപ്പം ഞാൻ പല പാത്രങ്ങളും ഇതിൻ്റെ അകത്ത് വെച്ച് നോക്കി, ഇതുവരെ വന്നില്ല. 8 മണി കഴിഞ്ഞ്. അപ്പം അവിടുന്ന് ടെക്നീഷ്യൻ വന്ന് നോക്കിയിട്ട് താഴെ വന്ന് ഓണാക്കണമെന്നൊക്കെ പറയുന്നു. കുക്കർ ഇതിൻ്റെ അകത്ത് പറ്റുന്നില്ല. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ നോക്കിയുണ്ടെങ്കിൽ പല പാത്രങ്ങൾ വെച്ചിട്ട് പറ്റുന്നില്ല. ഇങ്ങനൊരു സ്റ്റീൽ ഡബ്ബ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തിട്ട് ഇപ്പം ബിരിയാണി റൈസ് ഇട്ടിട്ടുണ്ട്, ചിക്കൻ കറി ഇരിപ്പുണ്ടല്ലോ, എന്നാൽ അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്കിത് ജോലി ഇല്ലായിരുന്നെങ്കിലും ഒരു സമാധാനം ഇല്ലായിരുന്നു എന്നല്ലേ ഇതിനെപ്പറ്റി. പിള്ളേർക്കൊക്കെ എന്തൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ അല്ലായിരുന്നു. ഇതെന്തോന്നു ടെൻഷൻ, നമ്മളിതിൻ്റെ അകത്ത് വെച്ച് ചെയ്തങ്ങ് എമർജൻസിക്ക്. ഇതിപ്പോൾ എത്ര പ്രൈസമ്മോൻ്റെ പ്രായമുണ്ട്, അവനില്ല രാത്രി നമുക്ക് പാലിങ്ങനെ എപ്പോഴും കാച്ചണ്ടിയിട്ട് അകത്ത മുറിയിൽ വെച്ച് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ എമർജൻസിക്ക് എങ്ങാണല്ലോ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് തിളച്ചു പോവോ എന്തോന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ എത്ര മിനിറ്റ് എടുക്കുന്നു. അതുകൊണ്ട് കൂടെ നിൽക്കണം, ആ ഒരു ടെൻഷനുണ്ട്. എവിടെ കാണിച്ചു? യൂട്യൂബ്. ഞാൻ ചിന്തിച്ചാൽ സ്കൂളിലെ ഡാൻസ് ആയിരുന്നു ഒന്ന്. അങ്ങനെ തിളച്ച് എങ്ങനെയും ജീവിക്കണ്ടേ.
വൈകിട്ട് പക്ഷേ ഇവർക്കൊക്കെ ഈ ബിരിയാണി റൈസ് ഇഷ്ടമാണല്ലോ, ചിക്കൻ കറി ഉണ്ടായിരുന്നല്ലേ. എനിക്കത്ര താല്പര്യം പോയില്ല. ഞാൻ ഇച്ചിരി മീൻ കറി ഉണ്ടായിരുന്നു തലേന്നത്തെ, ആ മീൻ കറിയും കൂട്ടി ഞാൻ ഇച്ചിരി ചോറ് കഴിക്കുമായിരുന്നു. അപ്പം രാത്രി ചിക്കൻ കറിയും ബിരിയാണി റൈസും കൊടുത്ത് അവരെല്ലാം സന്തോഷം, ഹാപ്പിയായി. എൻ്റെ കയ്യെ മുള്ളും ഉണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ മീൻ്റെ വീഡിയോ പിന്നിടാം. മുള്ളു ഇന്നലെ കുറച്ച് ഞാൻ കയറിയുണ്ടേ, അങ്ങ് നഖത്തിൻ്റെ ഇടയിൽ കയറി. അന്നേരം നെയിൽ കട്ടറും കൊണ്ട് കട്ട് ചെയ്ത് പോയി. പക്ഷെ ഇന്നലെ വൈകുന്നേരം തന്നെ വീണ്ടും വേദന. നോക്കിയോണ്ടേ മുള്ള അകത്തിരിപ്പുണ്ടായിരുന്നു. എന്തു വരുന്നതാ? പിന്നെ ഇവൻ എടുത്തു തരാന്ന് പറഞ്ഞു. ഈയോ, വേദന എല്ലാവർക്കും ഒരുപോലല്ലേ. ഞാൻ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ഇവൻ പിടിച്ചു വെച്ചെടുക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. എടുക്കാൻ എനിക്ക് തന്നില്ല. നിന്റെ ചെവിയിൽ എടുക്കത് എനിക്ക് മമ്മി അടക്കാൻ തന്നില്ലായിരുന്നു. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട്. മമ്മിയുടെ അത് കാണണമായിരുന്നു, നിങ്ങൾ കരച്ചിലൊക്കെ കാണണമായിരുന്നു. പിന്നെ പപ്പ വന്നായിരുന്നു. പപ്പ മമ്മിയുടെ കൈ പിടിക്കുന്ന, മമ്മി യോ 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 വേണ്ട വേണ്ടേ വേണ്ടേ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ മമ്മിയുടെ കയ്യില് ഇത് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഉറങ്ങി. മമ്മി പറഞ്ഞു വേണ്ട ചെയ്യണ്ട പപ്പോ. ഞാൻ പിന്നെ പോയി ഉറങ്ങിയിട്ട് എന്റെ കണ്ണില് മയക്കം, കണ്ണിൽ ഇച്ചിരി മയക്കം വന്ന് അന്നേരം പപ്പ പറഞ്ഞു വാടാ എടുക്കാൻ വാ. ഞാൻ പോയി. എന്തോ ഇതെന്നോ. അപ്പം ഇവരങ്ങ് പോയി. എന്നിട്ട് ഞാൻ ഇരുന്ന് സത്യം പറഞ്ഞ ഞാൻ ദൈവത്തോട് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ അങ്ങ് സംസാരിച്ചു. എനിക്ക് വേദന, എനിക്കിത് മാറ്റി തരണം, എടുത്തു തരണം, എനിക്ക് ജോലി ചെയ്യണം എന്നൊക്കെ കരഞ്ഞു. എന്നിട്ട് ഇച്ചിരി ജൈലോക്കിയം ജെല്ലുണ്ടായിരുന്നു ഇവിടെ, അതായത് ഈ വേദനയൊക്കെ കുറയുന്ന. ഞാനെന്തോ അതിന് നടക്കുന്നതിൻ്റെ അവിടെ ഇച്ചിരി വെച്ചിട്ട് പിന്നും കൊണ്ടൊന്ന് ഇങ്ങനൊന്ന് ഇതാക്കി. അപ്പം അത് ഇച്ചിരി ഒന്ന് വെളി വന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഞെക്കി. അപ്പം എനിക്കറിയാം ഇവന് ഇച്ചിരി നെയിലുണ്ടല്ലോ, ഇവൻ പിടിച്ച് വലിച്ചാൽ വരുമെന്ന്. അങ്ങനെ ഇവനോട് ഇങ്ങോട്ട് വന്ന് പറയാം. ഒന്നാമത് ഞാൻ ഉറങ്ങിയതായിരുന്നു. ഇനി കൈ ഇങ്ങോട്ട് തന്നോണം, ഞാൻ പിടിച്ച് വലിക്കും. എന്തോ എന്നേലും അത് പോയി. എൻ്റെ കർത്താവേ, എന്തോ വേദനയായിരുന്നു. നിങ്ങൾ കാണുന്നായിരുന്നു മമ്മിയുടെ കരച്ചിലൊക്കെ, മമ്മിയുടെ റിയാക്ഷൻ കാണുന്നായിരുന്നു. ഇത് കാണാൻ സംഭവമായിരുന്നു. കാണാത്ത സംഭവമാണ്. അവൻ എന്നോടുള്ള ദേഷ്യം മൊത്തം അത് തീർക്കുമായിരുന്നു തോന്നുന്നു. ഓക്കെ ബൈ. ഈ പിന്നെ പ്രൈസമ്മോൻ അങ്ങ് ഉറങ്ങിയായിരുന്നു. റേച്ച ഇന്നലെ ഇത്തിരി ലേറ്റായിട്ടാണ് വന്നത്. എനിക്കറിയത്തില്ലായിരുന്നു ഇതിലുണ്ടെന്ന്. രാത്രി പാത്രം കഴുകണ ഒന്നുകൂടെ തട്ടി. അങ്ങനെ ഞാൻ നോക്കാൻ കാര്യം. ഇവനങ്ങ് ചിരിയാ. എൻ്റെ കരച്ചിൽ കണ്ട് ടീച്ചർക്ക് നിന്ന് ചിരിയോടെ ചിരി. വേദന വന്നുണ്ടേ അമ്മയെന്നോ മോനെന്നോ അവൻ പറയാ മമ്മി എൻ്റെ കയ്യിൽ എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, നോക്കിയിരുന്ന് കരയുന്നത്. ഞാൻ പറഞ്ഞടാ വേദന എല്ലാവർക്കും ഒരുപോലെ അല്ലേ, എനിക്ക് സഹിക്കാൻ വയ്യടാ. എന്നോട് പറഞ്ഞ് എടാ ഒന്ന് പാട്ട് പാടടാ. പ്രീതി ആൻറ്റിയും പ്രീതി ആൻറ്റി പറഞ്ഞ് ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം. അഖിലങ്കിള് പറഞ്ഞ് ചക്കരമോനല്ലയോ, അങ്ങനെ ഒത്തിരി ആൻറ്റിമാർ ചക്കരമോനല്ലി പാടടാന്ന് പറഞ്ഞു. വീട്ടമ്മ വ്ളോഗിൽ ആൻറ്റി പറഞ്ഞു മോനെ ഒന്ന് പാടടാന്ന്. അന്നേരം ഇവൻ എൻ്റെ ചുമ്മാ കള്ളം പറയല്ലേ, കള്ളമല്ലേ, സത്യ. ഒന്ന് പാടിയേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാനൻ യേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാനൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു കുരിൽ, ആഴിയാഴത്തിൽ ഞാൻ കിടന്നു കുരിരുൾ എന്നെ മറ പിടിച്ചു. തിരുകാരം തേടി എത്തി തന്റെ മാർവോട് ചേർത്തന്നാച്ചു. താതൻ തീ
സർവദാനങ്ങൾക്കും ഉറവിടമാനൻ യേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാനൻ യേശുവേ. മതി, ഇത്രയും കുഞ്ഞു പാടിയല്ലേ. ഓക്കെ, സാരമില്ല, ഇത് മതി. അത് മൂന്ന്. എന്നാ പാട്. അങ്ങനെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാൻ. അങ്ങനെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാൻ. പരിശുദ്ധാത്മാവാൽ നിറക്കായി അനുദിനവും എന്നെ പരനെ. പരിശുദ്ധാത്മാവാൽ നിറക്കായി അനുദിനവും എന്നെ പരനെ. തിരുവെല്ല തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുവാൻ. തിരുവേലെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാനൻ യേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാനൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സി യു.